നമസ്കാരം. പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ലാത്ത ശ്രീ എം.എൻ. കാരശ്ശേരിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം മാഷെ. അതായത് ഇന്ന് പുറത്തു വരുന്ന ഏറ്റവും പുതിയൊരു വാർത്ത, കഴിഞ്ഞ 2 ദിവസം മുമ്പേ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ആഘോഷിച്ച SNDP NSS ഐക്യം തകർന്നിരിക്കുന്നു. ഞങ്ങൾക്ക് അത്തരത്തിലൊരു ഐക്യത്തിന് താല്പര്യമില്ലെന്ന് NSSന്റെ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു ഐക്യം ഈ നേതാക്കന്മാർ താല്പര്യപ്പെട്ടാലും, സുകുമാരൻ നായരും അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനും ഒരുമിച്ചിരുന്ന് താല്പര്യപ്പെട്ടാലും അത്തരത്തിലൊരു ഐക്യം കേരളത്തിൽ സാധ്യമാകുമോ? അതായത് ഇപ്പൊ എനിക്ക് ആദ്യ പ്രതികരണം നമുക്ക് പറയാനുള്ളത്, ഇനി അത് തകർത്തത് മുസ്ലിം ലീഗാന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയില്ലല്ലോ. നേരത്തെ ഇതിന്റെ അടിസ്ഥാന കാര്യം എന്താന്ന് വിചാരിച്ചാല്, ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സംവരണത്തിന് അനുകൂലമാണ് SNDP, സംവരണത്തിനെതിരാണ് NSS. ഈഴവന്മാർക്ക് ജാതി സംവരണം വേണം, നായന്മാർക്ക് ജാതി സംവരണം പറ്റില്ല, സാമ്പത്തിക സംവരണമാണ് വേണ്ടത്. ഇത് അടിസ്ഥാന താല്പര്യമാണ്. അത് രാജിയാവാൻ പറ്റില്ല. കാരണം അതിലൊരു നിലപാട് കൃത്യമായിട്ട് എടുക്കാൻ ഇവിടുത്തെ പാർട്ടിക്കാർക്കും പേടിയാണ്. UDF ആണെങ്കിലും LDF ആണെങ്കിലും ഇവരോട് നിന്ന് വർത്തമാനം പറയാൻ പേടിയാണ്. പിന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള പല തരത്തിലുള്ള വർത്തമാനങ്ങളുടെ നിക്ഷേപം അവിടെ കിടപ്പുണ്ട്. അപ്പം ഇതിപ്പോൾ എന്താ ഉണ്ടായെന്ന് വിചാരിച്ചാൽ, CPM ഇതിനൊരു വേദി ഒരുക്കി, ആഗോള അയ്യപ്പ സംഗമം. അപ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ പിണറായി ഗവൺമെന്റിനെ സ്തുതിക്കുന്ന ആളാണ്. അങ്ങനെ സ്തുതിക്കുന്ന ആളായിരുന്നില്ല സുകുമാരൻ നായർ. അതേ സ്തുതിക്കാൻ തുടങ്ങിയത് ആഗോള അയ്യപ്പ സംഗമം വന്നപ്പോഴാണ്. അപ്പോൾ അവർക്കിപ്പോൾ NSS എന്താ പറയാനുള്ളത്? ഒന്നാമത്തെ കാര്യം സംവരണം. പിന്നെ ഇന്ന പോസ്റ്റിലൊക്കെ നായന്മാരെ വെക്കണം. ഇപ്പോൾ വൈസ് ചാൻസലറായിട്ട് ഒരു നായർ വേണം, സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ഒരു നായർ വേണം, സാഹിത്യ അക്കാദമി മെമ്പർ ഒരു നായർ വേണം, അല്ലെങ്കിൽ ചലച്ചിത്ര അവാർഡ് ഒരു നായർ, ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ഈഴവന് വേണം, അല്ലെങ്കിൽ ഇതാണല്ലോ നമ്മുടെ നാട്ടിൽ കഴിവുള്ള ആളുകൾക്ക് കൊടുക്കുക എന്നല്ല. അത് ഇവരുടെ സമ്മർദ്ദം കൊണ്ട് ഓരോ സ്ഥാനത്ത് ഇപ്പോൾ MLA ആവുമ്പോൾ, ഇപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ തിരുവമ്പാടി MLA അത് കുടിയേറ്റ ക്രിസ്ത്യാനിയാണ് എന്നായാൽ പോരാ, അത് കത്തോലിക്കൻ വേണം എന്ന് ഇവിടുത്തെ സഭ പറയാണ്. എറണാകുളത്ത് മേയറായിട്ട് ആര് വേണമെന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് അല്ല, അവിടുത്തെ സഭയാണ് തീരുമാനിക്കുന്നത്. സഭയാണ് തീരുമാനിച്ചതെന്ന് പറയുന്നത് ഞാനല്ല. ആ സ്ഥാനം കിട്ടാതെ പോയ ദീപ്തി മേരി വർഗീസാണ് പറയുന്നത്. അവർ കോൺഗ്രസിന്റെ ഒരു വനിതാ നേതാവല്ലേ. അപ്പൊ എന്താ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? ജാതിയും മതവുമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വത്തും ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഒരാൾക്ക് കഴിവുണ്ടോ അല്ലേ എന്നുള്ളതല്ല, അയാൾ ഏത് സമുദായത്തിൽപ്പെട്ട ആളാണ്, ഏത് ജാതിക്കാരനാണ്, ഏത് മതക്കാരനാണ്, പിന്നെ കുറെ വ്യക്തിപരമായ താല്പര്യങ്ങൾ. അപ്പോൾ ഈ തരത്തിലുള്ള പല താല്പര്യങ്ങൾക്കും ഹാനി വരും എന്ന് തോന്നിയിട്ടാവും സുകുമാരൻ നായർ പിന്മാറിയത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ NSS SNDP ഐക്യത്തിന് പിന്നിൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാടെടുക്കാൻ ആദ്യഘട്ടത്തിൽ ഇരു സംഘടനകൾ എടുക്കാനുള്ള താല്പര്യത്തിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെ ഇടപെടൽ ഉണ്ടെന്ന ഒരു ശ്രുതി പുറത്തു വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുണ്ടായ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് വിധേനയും ജയിക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ഇതിന്റെ പിന്നിൽ. പക്ഷെ ഇതിപ്പോൾ ഈ ഐക്യം തകർന്നു എന്ന് NSS തന്നെ പ്രഖ്യാപിക്കുമ്പോൾ അത് CPM കൂടിയുള്ള ഒരു തിരിച്ചടിയല്ലേ? തീർച്ചയായിട്ടും. കാരണം ഹിന്ദു ഏകീകരണം ഉണ്ടാക്കാനാണ് നിർഭാഗ്യവശാൽ CPM ശ്രമിച്ചത്. ആ ഹിന്ദു ഏകീകരണം ഉണ്ടാകുമ്പോൾ എന്താണ്, മറ്റു ഭാഗത്ത് മുസ്ലിം ഏകീകരണവും ക്രിസ്ത്യൻ ഏകീകരണം ഉണ്ടാവും. അപ്പം നമ്മുടെ കേരളീയ സമൂഹം പല സമുദായങ്ങളായിട്ട് ചേരിതിരിവുണ്ടാവും, ധ്രുവീകരണം ഉണ്ടാവും, പോളറൈസേഷൻ ഉണ്ടാവും. ഇപ്പൊ ഇവിടെ എന്താ തമാശ? കോൺഗ്രസ് വോട്ട്, BJP വോട്ട്, കമ്മ്യൂണിസ്റ്റ് വോട്ട് എന്നല്ല നമ്മൾ പറയുന്നത്. എന്താ നമ്മൾ പറയുന്നത്? മുസ്ലിം വോട്ട്, ക്രിസ്ത്യൻ വോട്ട്, നായർ വോട്ട്. അതായത് നമ്മൾ ജാതി സമുദായങ്ങളായിട്ടും മതസമുദായങ്ങളായിട്ടും വിഭജിതമായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ NSSന്റെ താല്പര്യങ്ങൾക്ക് ഈ ഐക്യം ഗുണകരമാവുകയില്ല എന്നാണ് സുകുമാരൻ നായർ വിചാരിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ വിചാരിച്ചത്. ഇവർക്കൊക്കെ സംസ്ഥാന ഗവൺമെന്റിനെ കൊണ്ടും കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ടും പല ആവശ്യമുണ്ട്. അപ്പൊ അതാണല്ലോ BJPക്ക് വേണ്ടി കുറെ കാലമായിട്ട് പണിയെടുക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിന് പത്മഭൂഷൺ കൊടുത്തല്ലോ. അതെന്തിന്റെ പ്രതിഫലമാണ്? BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ. കാരണം അദ്ദേഹം ധാരാളമായി മുസ്ലിങ്ങളെ ചീത്ത പറയുന്നു, കുറച്ചൊക്കെ ക്രിസ്ത്യാനികളെ ചീത്ത പറയുന്നു. അങ്ങനെയാണല്ലോ. അദ്ദേഹം മുസ്ലിങ്ങളെ മാത്രം ചീത്ത പറയുന്ന ഒരാളല്ല. അദ്ദേഹം ന്യൂനപക്ഷങ്ങൾ രണ്ടു കൂട്ടരെയും ചീത്ത പറയും, നിന്ദിക്കുകയാണ്, പുച്ഛിക്കുകയാണ്. എന്താണ്, രണ്ട് ഭാഗത്തും അദ്ദേഹത്തിന് ഈ BJPക്ക് വേണ്ടി പണിയെടുക്കണം. അപ്പോൾ മുസ്ലിങ്ങളെ പറ്റി പറഞ്ഞൊക്കെ ആൾക്ക് ഓർമ്മയുണ്ട്. ക്രിസ്ത്യാനികളെ പറ്റി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരുടെ ചർച്ചുകളിൽ
വിദേശ ധനം, പണം കുന്നുകൂടുകയാണെന്നാണ്. വേറൊന്ന് പറഞ്ഞത് പണം കൊടുത്ത് അവർ ആളുകളെ ക്രിസ്ത്യാനിയാക്കി മതം മാറ്റുന്നുണ്ട്. ഇതിനൊക്കെ മറുപടി വരേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. കാരണം ഇതൊക്കെ ക്രിമിനൽ കുറ്റങ്ങളാണ്. വിദേശ പണം കുന്നുകൂടുന്നു എന്ന് പറയാൻ എന്താ, ഹവാല പണം എന്നാണ്. അല്ലെങ്കിൽ പണം കൊടുത്ത് ആളെ മതം മാറ്റുക എന്ന് പറഞ്ഞ ക്രിമിനൽ കുറ്റമാണ്. അത് ഇപ്പോ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം എന്താ, മലപ്പുറം ജില്ലയിൽ ഈഴവന്മാർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. അതിന് മറുപടി വരേണ്ട മുഖ്യമന്ത്രിയില്ലേ? 10 കൊല്ലമായിട്ട് ആഭ്യന്തരം അടക്കമുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണല്ലോ മറുപടി വരേണ്ടത്. അങ്ങനെ ഉണ്ടോ ഇല്ലെന്ന് ഇല്ലാന്നിപ്പോ അനുഭവം കൊണ്ട് എനിക്കറിയാം. കാരണം ഞാൻ ഇവിടെ താമസിക്കുന്നത് ഈ കോഴിക്കോട് ജില്ലയുടെ കിഴക്കേ ഭാഗത്തിന് തൊട്ടടുത്ത മലപ്പുറം ജില്ല. ഞാനവിടെ ധാരാളം യാത്ര ചെയ്യുന്ന ആളാണ്, പല ആവശ്യത്തിനും പോകുന്നതാണ്. എനിക്ക് അവിടെ പല സുഹൃത്തുക്കളുണ്ട്, എല്ലാവർക്കും അറിയാതൊക്കെ. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ആ പറയുന്നതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. കാരണം ക്രമസമാധാനം ഇല്ല എന്നാണല്ലോ ഈ പറഞ്ഞത്, അല്ലേ? ക്രമസമാധാനം ഉണ്ടെങ്കിൽ പറയാൻ പാടില്ലല്ലോ. പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മിണ്ടുന്നില്ല. അദ്ദേഹം മൗനം കൊണ്ട് അതിനെ അനുവദിക്കുകയാണ്. വാക്കുകൊണ്ട് അനുകൂലിക്കുന്നില്ല, മൗനം കൊണ്ട് അനുവദിക്കുന്നു. വളരെ മോശമാണ് അതൊക്കെ. മുഖ്യമന്ത്രിയുടെ ഇത് പറഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹം മൗനം കൊണ്ട് അനുവദിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പ്രത്യക്ഷ ഉദാഹരണമായി നമുക്ക് ഒരാഴ്ച മുമ്പ് കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ ഒരു പരാമർശമുണ്ട്. അതായത് കാസർഗോഡ് ജില്ലയിലും മലപ്പുറം ജില്ലയിലും ജയിച്ചു വരുന്ന ആളുകളുടെ പേരെടുത്ത് നോക്ക്, അതുകൊണ്ട് അത് അവിടെ മതേതരത്വമില്ല എന്ന രൂപത്തിലാണ് സംസാരിക്കുന്നത്. അവിടെ മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയാണ് മലപ്പുറം എന്ന് നമുക്കറിയാം. പക്ഷെ അവിടെയുള്ള ആളുകളെ മുഴുവൻ മറ്റൊരു രൂപത്തിൽ ചിത്രീകരിക്കുന്നത് ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെയാണ്. അതും പിണറായി വിജയന്റെ അനുമതി കൂടി തന്നെയല്ലേ? അതെ, അല്ല അതൊക്കെ അങ്ങനെ പറയാൻ പാടില്ല അല്ലെ എന്നോ പറയുന്നതിന് മുമ്പേ അല്ലെ പറഞ്ഞിട്ടാണെങ്കിൽ ഇപ്പൊ വെള്ളാപ്പള്ളിയോട് അങ്ങനെ പറയരുത് എന്ന് പറയേണ്ട ആളാരാ? മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്താണല്ലോ. അദ്ദേഹം 1-ാം നമ്പർ കാറിൽ കയറ്റി കൊണ്ടു നടക്കുന്ന ഒരാളാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ. അപ്പൊ ഇത് പറയാൻ പാടില്ല, ഇത് അസംബന്ധമാണെന്ന് പറയേണ്ടത് ആരാണ്? പിണറായി വിജയൻ ഇതൊക്കെ പറഞ്ഞിരുന്നു. 2015 എന്റെ ഓർമ്മ. കോഴിക്കോട് ആൾനൂഴിയിൽപ്പെട്ട 2 അതിഥി തൊഴിലാളികളെ രക്ഷിക്കാൻ വേണ്ടി അതിലിറങ്ങിയ നൌഷാദ് എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചുപോയി. അപ്പോ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആ കുടുംബത്തിന്, നൌഷാദിന്റെ കുടുംബത്തിന് 10 ലക്ഷം ഉറുപ്പ്യ സഹായധനം അനുവദിച്ചു. ആ വാർത്ത പുറത്തു വന്ന ഉടനെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് അത് മുസ്ലിം ആയതുകൊണ്ട് കൊടുത്താന്ന. അപ്പോ ആ വളരെ നീചമായ ആ പ്രസ്താവനയ്ക്ക് എതിര് പറഞ്ഞ ആരാന്നറിയാം? അന്ന് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ആയ പിണറായി വിജയൻ. അദ്ദേഹം പറഞ്ഞതെന്താണെന്നറിയാം? കേരള തൊഗാഡിയാണ് വെള്ളാപ്പള്ളി. ആ പിണറായിയാണ് ഇപ്പോ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദിയിൽ വെച്ചിട്ട് പിണറായി ഭക്തനാണ് എന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കുന്നത്. പിണറായിയുടെ സാന്നിധ്യത്തിലാ അദ്ദേഹം പറഞ്ഞത്. ഏത് പിണറായി? 2006 മത്തായി ചാക്കോ മത്സരിച്ചപ്പോ മരിച്ചുപോയപ്പോ അദ്ദേഹം അന്ത്യകൂദാശ സ്വീകരിച്ചിരുന്നു എന്ന് ഞങ്ങളുടെ ഇവിടുത്തെ താമരശ്ശേരി രൂപതയുടെ ബിഷപ്പ് പറഞ്ഞു. ഉടനെ പിണറായി വിജയന്റെ പ്രതികരണം വരികയാണ്. പച്ചക്കള്ളമാണ് പറഞ്ഞത്, അദ്ദേഹം നികൃഷ്ട ജീവിയാണ്. അടിച്ചോക്കൂ, ഒരാളെ പറ്റി അങ്ങനെ പറയാൻ പാടില്ല. ഒരു ബിഷപ്പിനെ പറ്റിയാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ബിഷപ്പിനെ അറിയുന്ന ഒരാളാണ് മത്തായി ചാക്കോ, അദ്ദേഹം വിശ്വാസിയാണെന്ന് പറഞ്ഞു. അത് തെറ്റാണെന്നോ ശരിയാണെന്നോ പറയാം, അതിലൊരു തകരാറില്ല. നേരെ മറിച്ച് പച്ചക്കള്ളമാണെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് നികൃഷ്ടജീവി എന്ന് പറഞ്ഞു. അതുവരെ പിൻവലിക്കുകയും മാപ്പുറയൊന്നും ഉണ്ടായിട്ടില്ല. ആ പിണറായി മിണ്ടാതിരിക്കും. എന്താ? താൻ അയ്യപ്പ ഭക്തനാണെന്ന് കുറെ ആൾ വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണത്. പിന്നെ ഇപ്പോ മുസ്ലിം സമൂഹത്തിനെതിരായിട്ടും മുസ്ലിം ലീഗിനെതിരായിട്ടും അവർ പറഞ്ഞതൊക്കെ, അല്ല മലപ്പുറം ജില്ലയ്ക്കെതിരായിട്ട്, ഒന്ന് മുസ്ലിം സമൂഹത്തിനെതിരായിട്ട്, മലപ്പുറം ജില്ലയ്ക്കെതിരായിട്ട്, കുറച്ച് കഴിയുമ്പോൾ അത് ലീഗിനെ പറ്റിയാന്ന് പറയും, കുറച്ചുകൂടി കഴിയുമ്പോൾ അത് ജമാഅത്ത് ഇസ്ലാമിക്ക് എതിരായിട്ടാന്ന് പറയും. ജമാഅത്ത് ഇസ്ലാമിക്ക് എതിരായിട്ടാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് എതിരായിട്ടെന്ന് പറഞ്ഞാൽ പോരെ. മലപ്പുറം ജില്ലയ്ക്ക് എതിരായിട്ടല്ലേ ഹിന്ദുവിലെ ഇന്റർവ്യൂവില് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത്? അതെന്താ സംഭവിച്ചതെന്ന് ഇപ്പോഴും നമുക്ക് അറിയില്ലല്ലോ. അത് ആരോ എഴുതി ചേർത്താന്ന്. ആരോ എഴുതി ചേർത്തത്? അത് അദ്ദേഹം പറയട്ടെ, ആരോ എഴുതി ചേർത്തത്, അല്ലെ അദ്ദേഹത്തിന്റെ ഓഫീസ് പറയട്ടെ. ഹിന്ദുവിൽ നമ്മൾ വായിച്ചാണുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ ഇവിടെ സാമുദായികമായ ധ്രുവീകരണം, ശരിതിരിവ്, പോളറൈസേഷൻ ഉണ്ടാക്കി വോട്ട് നേടാനുള്ള പണികളാണ്. അതിലെ ഒരു അജണ്ടയാണ് ഇപ്പോൾ പൊളിഞ്ഞത്.